അളിയ നീ ഒരു ഭീകരനാട്ടാ. അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ ഇത്തവട്ട കൊണ്ടേടാ താഴ്ത്തിയത്. അതെങ്കിലും ഒന്ന് പറഞ്ഞാടാ, ഞാൻ രോമാഞ്ചം കൊള്ളട്ടെ. ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ. അങ്ങനെ പറയലിയ. ഒരു ക്ലൂ എങ്കിലാ. ഒരു കാര്യം ഞാൻ പറയാം, അത് വെള്ളത്തിനടിയില്ല. കിണറ്റില്ല. ഞാൻ പെട്ടു. എന്റെ സുമേഷെ, നീയല്ലേ കാലത്ത് വിളിച്ചിട്ട് എല്ലാം സെറ്റാണ്, തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞേ. എടാ തൊണ്ടിയൊക്കെ താഴ്ത്തിയത് അളിയ, പക്ഷെ ഒരു തെണ്ടി അതിനേക്കാൾ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടേ താഴ്ത്തി അവനെ എന്നെ പൊക്കും. എന്റെ പള്ളി. സാറേ, മറ്റേ സാറേ, റോക്കറ്റകത്തുണ്ട്. ചെല്ല്. ഷിബു സാറുണ്ടോ? ഷിബു സാറില്ലല്ലോ. എന്താടാ സാറേ, ഒന്നുകിൽ എനിക്ക് എൻ്റെ പഴയ ഡ്രോൺ കിട്ടണം, ഇല്ലേ പുതിയ വാങ്ങിച്ചു തരണം. നാളെ വൈകുന്നേരം വരെ ഞാൻ നോക്കും. ഇല്ലെങ്കിൽ ഈ ഫൂട്ടേജ് എടുത്ത് ഞാൻ ലോക്കൽ ചാനലുകാർ കൊടുക്കും. നോക്കിക്കോ, 50,000 രൂപയെങ്കിലും കിട്ടുമല്ലോ. എനിക്കും വേണ്ടേ സാറേ നിധി. മനുമോനെ, അത് മാത്രം ചെയ്യരുത്. ചെയ്യും. എന്റെ 3 മാസത്തെ സാലറി കൂട്ടിയ പോലും ഈ ഡ്രോൺ വാങ്ങാനുള്ള പൈസ തികയില്ല. തേങ്ങ. പോലീസ് ഇൻസ്പെക്ടർ ആണെന്നേ ഉള്ളൂ. ഹൗസിംഗ് ലോൺ, കാറിന്റെ അടവ്, പിടുത്തം എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ. ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇന്നേ വരെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല. എനിക്ക് 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് മനുമോനെ. ഞാൻ എവിടെ പോയി ഇത്രയധികം പൈസ ഉണ്ടാക്കാനാ? കമ്മീഷണർ ഇൻസ്പെക്ടർ ബൽറാമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പോലീസുകാരൊക്കെ വലിയ സംഭവമാണ്. ഒരു കുന്തമല്ല. ഡ്രോണൊക്കെ പോയതല്ലേ സാറേ. നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉണ്ടേ നടക്കൂല സാറേ. മനുമോനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സാർ എന്ത് ചീഞ്ഞ സെന്റിമെന്റ്സ് പറഞ്ഞാലും ശരി, നാളെ 6 മണി അതിനുള്ളിൽ എൻ്റെ ഡ്രോൺ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാശ് കിട്ടണം സാറേ. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ ആ വീഡിയോ എടുത്ത് ചാനലുകാർ കൊടുക്കും. ഒന്ന് പോ സാറേ. അയാളുടെ പത്തനാപുര രാജാവിന്റെ പണിയാണല്ലോ സാറേ. ഇല്ല മോളെ, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ശരി എന്നാ വിളിക്കാം. ശിവ, ഇയാൾക്കിത് വേറെ പണിയുണ്ട്. ഹലോ, മൊത്തം പ്രശ്നമാണ് സാർ. എന്ത് പ്രശ്നം? അത് നമ്മൾ പറത്തിവിട്ട ഡ്രോണില്ലേ, അത് കുപ്പി വെച്ച് എറിഞ്ഞിട്ട് വീഡിയോ ലോക്കൽ ചാനലിൽ കൊടുക്കുന്ന ചെക്കൻ പറയുന്നത്. എന്താ 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 നമ്മൾ പറത്തി വിട്ടതോ? എടോ, താൻ പറത്തി വിട്ടതെന്ന് പറയടോ. സാറേ, താൻ എന്നെ നിർബന്ധിച്ചിട്ടല്ലോ ഞാൻ അവിടെ വന്നതും. അങ്ങനെ പറയരുത് സാർ. ഷിബു, ഈ കേസിൽ ഞാൻ അങ്ങനെ പറയൂ. അവിടെ ഈ കോവിഡ് ഡ്യൂട്ടി അല്ലാതെ വേറെ മലമറിക്കുന്ന പണിയൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് നാളെ രാവിലെ പോലെ അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി താൻ ആ ചെക്കനെ വെക്കാൻ നോക്ക്. പിന്നെ ആ വീഡിയോ എങ്ങാനും ന്യൂസ് ആയാൽ അതിന്റെ എല്ലാ കോൺസിക്വൻസും താൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാം. എന്നെ കിട്ടും. ശരി. പെൻഷൻ പറ്റുന്ന ഇനി തേങ്ങ അടക്കേണ്ട ഒരു പരിപാടിക്ക് ഞാനില്ല. കോണാത്തിലെ ചേട്ടൻ
നമ്മുടെ ക്ലാഡിന്റെ സൗണ്ടല്ലേ കേൾക്കണം? അവന്റെ തന്നെയാ. പോയി നോക്കാം. നിങ്ങളുടെ അനിയനല്ലേ, നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. വേറെയും സൗണ്ട് കേൾക്കണില്ലോ. പണ്ടവിടങ്ങായിട്ട് ഇന്നലെ പട്ടി എങ്ങാനും മിണ്ടിപ്പോറ് തലയിൽ പൊളിക്ക് ഞാൻ തള്ളേ. അത്തേക്കറി പോയിക്കേ. പോലീസിനെ വിളിച്ചത് നിന്റെ പട്ടിയായിരുന്നില്ല, അപ്പൊ ജോസായിരുന്നു. നീ എന്ത് പ്രാന്തിയെ കാണിക്കണേ? എന്റെ ജോസ് എന്തൊട്ട് പ്രശ്നം? ഞാൻ കൊല്ലണം പന്നി. നീ സാമ്പിൾ ഉപ്പില് ചിന്തൊട്ടൊക്കെ നീ കാണിക്കണേ. വാങ്ങട് പതായിരുന്ന കാര്യം. അപ്പൊ അതിലും വലിയ നാറിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? കട്ടൻ ചായ വേണേ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നു. അത് നീ മതിലും ചാടി വരണം. ചന്ദ്രൻ പോയിട്ടിപ്പോ വർഷം 15 കഴിഞ്ഞു അല്ലേ? കർക്കിടകം കഴിഞ്ഞ 16 ആവും. ആ മോനെ, കുമാരേട്ടനെ അറിയില്ലേ? ഇല്ല. നിന്റെ അച്ഛന്റെ വലിയ കൂട്ടായിരുന്നു. കുമാരേട്ടന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. എന്താ? നീ ഇങ്ങോട്ട് വാ. ഞാനേ ഒന്ന് ഷർട്ട് ഇട്ടിട്ട് വരാം. ഷർട്ടൊന്നും വേണ്ടാന്നേ, നീ ഇങ്ങോട്ട് വാ ഫസ്റ്റ്. കുപ്പിക്കാവൂ. മോനെ ജിനു. ജിന്നല്ല ആ അതെന്തെങ്കിലും ആട്ടെ. എന്നെ കുംഭംകുമാരെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരറിയൂ. എനിക്ക് പണ്ട് ഈ കല്ലൂര് വാറ്റായിരുന്നേ. അന്ന് ചാരായത്തിന് 1 രൂപ 50 പൈസ. നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്റെ പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ. ആ ചന്ദ്രന്റെ മോനാണ് നീയെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ കുറച്ച് മുന്നാ. നീയാകെ വളർന്ന ഒരുമാതിരി കാട്ടുമാക്കാനെ പോലെ ആയില്ലോടാ. ചേട്ടാ വന്ന കാര്യം പറഞ്ഞേ. കുപ്പി എവറാ? എന്ത് കുപ്പി? എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല. ഇതാ കൊച്ചിറക്ക, കുപ്പി നീ താത്തിയതാണെന്നും 1 കുപ്പി പോലും നീ വിറ്റിട്ടില്ലാന്നും ഈ ചുറ്റുവട്ടത്തൊക്കെ തിരക്കിയിട്ട് ഞാനും ഇങ്ങോട്ട് വന്നേ. മോനെ വിനു, ഇങ്ങോട്ടേക്ക്. നിന്റെ പുറകിൽ എക്സസൈസ് ഉണ്ട്. സേഫായി കുപ്പിയും കച്ചവടാക്കി കാശും പോക്കലിട്ട് പോവാന്നാ നീ കരുതിയേ? നടക്കില്ല വിനു. എക്സസൈസ് നിന്നെ പൂട്ടും. പക്ഷെ ഈ കുമാരേട്ടൻ വന്നത് വേറൊരു ഡീലായിട്ടാ. കുപ്പി ഒന്നിന് 5000 രൂപ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർട്ടിണ്ടാ. ആര്? പുലിപ്പാറക്കുന്നിൽ ഗോഡ്സൺ തനിയൻ ഗ്ലാഡ്സൺ അണ്ടർവേൾഡ് കിങ്സ്. എത്ര കുപ്പി ഉണ്ടാവും എന്തായാലും? പതുക്കെ പറ. എത്ര കുപ്പിയുണ്ട് നിന്റെ കയ്യില്? ഒരു 31 കുപ്പി കാണും. 30 കുപ്പിക്ക് 5000 രൂപ വെച്ച് 30 ലിറ്ററിന് 1.5 ലക്ഷം രൂപ പറ്റുമോ? കുപ്പി അങ്ങനെ എളുപ്പെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല. പുറകിലാണ് എക്സസൈസ് ഉണ്ട്. എനിക്കൊരു സമയം വേണം. ഇത് 10,000 അഡ്വാൻസ്, ബാക്കി കച്ചവടം നടന്നിട്ട്. മനസ്സിലായ? കുമാരൻ്റെ ഡീൽസൊക്കെ ഇങ്ങനെയാ, സ്ട്രൈറ്റ് ഫോർവേഡ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ മോൻ പ്ലാൻ ചെയ്തിട്ട് വിളിക്കേ. ഓക്കെ? ഇനിയിപ്പോൾ ഷർട്ടോ എന്താണെന്ന് വെച്ചു.